പെരിന്തൽമണ്ണ നഗരസഭയിൽ അഴിച്ചുപണികൾ ഓരോന്നായി തുടങ്ങിക്കഴിഞ്ഞു. നഗരസഭ അഴിമതി മുക്തമാക്കാമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് UDF അധികാരത്തിലേറിയത്. വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ മുൻ ഭരണകാലത്തെ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ ഓരോന്നായി UDF ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഹരിതകർമ്മസേനയുടെ മറവിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 കോടിയോളം രൂപയുടെ അഴിമതി നടന്നതായാണ് ഭരണസമിതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നഗരസഭയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ തന്നെ ഈ അഴിമതി കഥകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയതോടെ ഹാലിളകിയ പ്രതിപക്ഷം അക്രമാസക്തമായി. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സ്ക്രാപ്പ് വിൽപ്പനയിലൂടെ ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് മുൻ ഭരണകാലത്ത് അപ്രത്യക്ഷമായത്. UDF ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം വെറും 2 മാസം കൊണ്ട് 7 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ മാത്രം നഗരസഭയുടെ ഖജനാവിലെത്തിയത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇത്രയും വലിയൊരു തുക എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഇടതുപക്ഷ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ ഹരിതകർമ്മസേനയുടെ പേരിൽ ഉണ്ടായിരുന്ന 3 ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്ന് ഇപ്പോൾ കാണാനില്ലെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും നഗരസഭാ അധ്യക്ഷ P. ഷാജിദ നടത്തി. ഈ അപ്രത്യക്ഷമായ അക്കൗണ്ട് വഴിയാണ് വലിയ തോതിലുള്ള സാമ്പത്തിക തിരിമറികൾ നടന്നതെന്നാണ് UDF സംശയിക്കുന്നത്. അഴിമതിയുടെ തെളിവുകൾ പുറത്തുവരുമെന്ന് ഉറപ്പായതോടെ കൗൺസിലർമാരെ പണം നൽകി വിലക്കെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ഇടതുപക്ഷം പിന്നീട് പയറ്റി തുടങ്ങിയത്. വൻ തുകകൾ വാഗ്ദാനം ചെയ്ത് ഭരണസമിതിയെ അട്ടിമറിക്കാനാണ് അവരുടെ നീക്കമെന്ന് വൈസ് ചെയർമാൻ AP ഫസൽ മുഹമ്മദ് ആരോപിച്ചു. 75 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് വൈസ് ചെയർമാനെ പോലും സ്വാധീനിക്കാൻ ശ്രമം നടന്നതായാണ് സൂചന. എന്നാൽ പണം നൽകി തങ്ങളെ വിലക്കെടുക്കാൻ ഇടതുപക്ഷം വളർന്നിട്ടില്ലെന്നും അഴിമതിക്കെതിരെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുമെന്നും UDF കൗൺസിലർ മൻസൂർ നെച്ചിയിൽ യോഗത്തിൽ പറഞ്ഞു. അഴിമതിയുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നത് തടയാൻ കൗൺസിൽ യോഗത്തിൽ ബോധപൂർവം ബഹളം സൃഷ്ടിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും UDF ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും ജനങ്ങളുടെ പണം തട്ടിയെടുത്തവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണസമിതി നേതൃത്വം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുന്നതോടെ പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷത്തിന്റെ അഴിമതി മുഖം പൂർണ്ണമായും വെളിപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ഭരണസമിതി അംഗങ്ങളുടെ പ്രതികരണം കൂടി ചേർക്കുന്നു. വിലക്ക് വാങ്ങുന്ന ഒരു സംവിധാനം കിട്ടിയെന്നല്ലോ നാട്ടിൽ മുഴുവൻ. വിലക്ക് വാങ്ങുകയാണ്. 75 ലക്ഷവും വൈസ് ചെയർമാനും ഒക്കെ വിലക്ക് വാങ്ങുന്ന രീതിയിൽ. ആരാ ഇതിന്റെ പിന്നിൽ? ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളവരാണ്. അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. വിലക്ക് വാങ്ങുക, ഇതൊരു കൗൺസിലറാ, വിലക്ക് വാങ്ങാൻ വന്നതാണ്, എന്താണ് മറുപടി പറഞ്ഞത് ഇദ്ദേഹം തന്നെ പറയും. കാരണം അങ്ങനെ ഞങ്ങളെന്നും കൗൺസിലർമാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ, ഞങ്ങൾക്കൊന്നും വില പറയാൻ ഇവിടെ ഇടതുപക്ഷം ആയിട്ടില്ല. അവര് പറയുന്ന പിന്നെ അജണ്ടക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അജണ്ടയിലില്ലാത്തതിന് ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അജണ്ടയിലുള്ള എല്ലാ സംഗതികൾക്കും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈദ്യുതിന്റെ കാര്യം എക്സ്ട്രാ നമ്മൾ ചോദിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. മുൻകൂട്ടിയുള്ള അജണ്ടയാണ് പിന്നെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കൗൺസിലർമാർ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ അജണ്ടയും എക്സ്ട്രാ അജണ്ട നമ്മൾ എടുത്തത് അതിൽ പ്രധാനമായിട്ട് കാര്യമായിട്ടൊന്നും അതിലില്ല. അതിൽ നമുക്ക് ഇന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പ്രത്യേകമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ, ആ ഖരമാലിന്യങ്ങൾ പെരിന്തൽമണ്ണയിലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പ്ലാന്റിൽ കൊണ്ടുപോയി അവിടെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് സ്ക്രാപ്പായിട്ട് വിൽക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമുണ്ട്. ആ സ്ക്രാപ്പായിട്ട് വിൽക്കുന്നത് ഈ കൗൺസില് വരുന്നതിന് 2 മാസം മുമ്പേ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നടത്തിയപ്പോൾ അത് 7 ലക്ഷത്തിന്റെ മുകളിൽ നമുക്കത് വരുമാനം കിട്ടി. എന്നാൽ കഴിഞ്ഞ 5 വർഷം 60 മാസം ഇത് ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ കാര്യമായ രീതിയിലൊരു വരുമാനം ഈ മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് കച്ചവടങ്ങൾ കൂടിയിട്ടില്ല, വീടുകൾ വേറെ കൂടിയിട്ടില്ല. ഈ തരത്തിൽ 5 മുതൽ 7 ലക്ഷത്തിനടുത്ത് എങ്ങനെ വന്നാലും ഒരു മാസം ഈ സ്ക്രാപ്പ് സെയിലിൽ നിന്ന് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഹരിത കർമ്മസേനയുടെ ഖജനാവിൽ എത്തേണ്ടതാണ്. പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് കൂടെ നമുക്ക് കിട്ടിയാലേ ഇത് മനസ്സിലാവുള്ളൂ. ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ വാങ്ങുക തന്നെ ചെയ്യും. അതായത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട പണം, പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഹരിത കർമ്മസേനയ്ക്ക് ലഭിക്കേണ്ട പണം ആര് ഇവിടുന്ന് കൊണ്ടുപോയാലും അതിനുള്ള നടപടി എടുക്കാൻ ഈ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൗൺസിൽ അത് ഒറ്റക്കെട്ട് തന്നെയാണ്. ഇപ്പൊ പ്രതിപക്ഷ കൗൺസിലർമാരടക്കം പറഞ്ഞു ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്.